കോട്ടയം ജില്ലയിൽ മുനിസിപ്പൽ പ്രദേശത്ത് 24-ാം വാർഡിൽ തിരുവാതുക്കൽ എരുത്തിക്കൽ അമ്പലത്തിന് അടുത്ത് ശ്രീവത്സം എന്ന വീട്ടിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഒരു ക്രൂരമായ ഇരട്ട കൊലപാതകം. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. എന്നും ജോലിക്ക് കൃത്യമായി വരാറുള്ള രേവമ പതിവ് പോലെ ഇന്നും ജോലിക്കെത്തി. എന്നും തുറന്നു കിടന്നിരുന്ന അടുക്കള വാതിൽ തുറക്കാതെ കിടന്നതിനാൽ സമീപത്ത് താമസിക്കുന്ന പ്രായമായ സെക്യൂരിറ്റിയെ വിവരം ധരിപ്പിക്കുകയും ഇരുവരും മുൻവശത്ത് തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ അകത്ത് ചെന്നപ്പോഴാണ് ഇരുമുറികളിലായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിജയകുമാറിനെയും ഭാര്യ മീരയും കാണുന്നത്. അങ്ങനെയാണ് പുറം ലോകം ഈ വാർത്ത അറിയുന്നത്. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം അപൂർവങ്ങളായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ ഒരു പ്രതികരണം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ? ഈ വാർത്ത കേട്ടപ്പോൾ നന്നായി ഞെട്ടി. കാരണം രണ്ടുപേർ, എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഈ കുടുംബവുമായി ഒരു ബന്ധവും ഒരു ചെറിയ ബന്ധവുമുണ്ട്. എൻ്റെ ഒരു അച്ഛൻ്റെ റിലേറ്റീവ്സ് ഒരു ഈ മരിച്ച ദമ്പതിമാർ. അവർ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യമേ ഓർത്ത് വല്ല അറ്റായിക്കോ മറ്റുള്ള എന്തെങ്കിലും വന്നായിരിക്കും മരണം സംഭവിച്ചിരിക്കുന്നത്, എന്തെങ്കിലും അസുഖം വേണം. ഏകദേശം ഞാൻ ഇതിൻ്റെ വാതിക്കൽ വരുമ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് അറിയുകയും ആ കൊലപാതക ശ്രമം നടന്നെന്നും തെറ്റോട്ട് പോലീസ് കയറ്റിവിടാത്ത സ്ഥിതിയൊക്കെ ഉണ്ടായത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ ഇടയായതും. ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെങ്ങും പണ്ട് പാർപ്പാടം ക്ഷേത്രത്തിന് സമീപം ദമ്പതിമാരെ കൊന്നതാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമതുണ്ടായതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാടിനെ നടത്തിയ ഒരു ഇരട്ട കൊലപാതകം, ഭീകരമായിട്ടുള്ള ഒരു കൊലപാതകം. അതിനെക്കുറിച്ച് സമീപവാസി എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പൊതുവെ വലിയൊരു അക്രമം ഈ ഏരിയയിലൊന്നും ഈ അടുത്ത കാലത്തായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ പ്രായം ചെന്ന രണ്ട് കുട്ടികളെ അത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ജോലി ചെയ്ത ആൾക്കാരാണെന്നും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ പേര് പറയുന്നത്, വേറെ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും നമ്മളവിടെ വീട്ടിൽ ചെന്ന് കാണാനിടയായ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് വളരെ നമുക്ക് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൊലയാളി ആരായിരുന്നാലും അത് ചെയ്തിരിക്കുന്ന ആ രീതിയിലുള്ളതാണ്. നമുക്ക് ഒരിക്കലും അത് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഏതായാലും മൊത്തത്തിൽ ജനങ്ങളാകെ മൊത്തത്തിലൊരു പരിഭ്രാന്തിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്ത് സംഭവിച്ചെന്ന് എങ്ങനെ സംഭവിച്ചെന്ന് ബാക്കി പോലീസ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അവരുടെ ബാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ. അതായത് ഈ സമൂഹവുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത്. നമ്മൾ പതിവിൽ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും സമൂഹമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വല്ലാത്തൊരു സ്റ്റാറ്റസ് അങ്ങനെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഇതിനൊരു കാരണമല്ലേ?
അത് മിക്കതും ഈ പ്രായം ചെന്നവരെല്ലാം ഇപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥിതിയുണ്ട്. ഒന്നെങ്കിൽ കുട്ടികൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്രായം ഉള്ളവരുടെ ഒരു നാളായി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അവർ പക്ഷേ അവിടെ നാടുമായി ഇപ്പോൾ ഇദ്ദേഹം വിജയകുമാറി എന്ന് പറഞ്ഞ ആൾ രാവിലെ ഹോട്ടലിൽ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും തിരിച്ചു വരുന്നു. ഒരു വേറൊരു ഇതിലേക്ക് പോകുന്നില്ല. കുറ്റനാലിൽ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ദുബായി പോകുന്നു, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഇത് നടക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ വന്ന് വലിയൊരു വ്യവസായം തുടങ്ങുന്നു. കോട്ടയത്തെ വ്യവസായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. 2018 ഇദ്ദേഹത്തിൻ്റെ മോൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയും ചികിത്സയായി കിടക്കുന്നതായി. അതിനകത്ത് ദുരൂഹതയുള്ളതായിട്ടോ? ദുരൂഹത അതൊക്കെ പോലീസ് പറയേണ്ടതാണ്. പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് അത് അന്വേഷിക്കുകയും ഇദ്ദേഹം പിന്നെ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണത്തിൻ്റെ ഇത് വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നതായി. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ CBI ഉൾപ്പെടെ വരാനുള്ള കാരണം. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു അതിപ്രസരം നമ്മുടെ നാട്ടിൽ എത്രത്തോളം നമ്മൾ നിയന്ത്രിച്ചാലും അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ സ്ഥിരമായിട്ടുള്ള തൊഴിലാളികളൊക്കെ നിർത്തുമ്പോഴത്തേക്ക് അവർക്ക് വീടുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനിടയാവും. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഇതിനൊക്കെ ഒരു കാരണമാകുന്നില്ല. അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ശമ്പളം കിട്ടുന്നു, ഉയർന്ന കൂലി കിട്ടുന്നു. അതുകൊണ്ട് ഒരുപാട് പേർ ഈ കേരളത്തെ സമീപിച്ചുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട്. പക്ഷേ സർക്കാർ അതിന് കൃത്യമായ ഒരു ഡാറ്റാസും കാര്യങ്ങളുമൊക്കെ നടത്തി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നുവെച്ചാൽ ഇത്രത്തോളം ഏതാണ്ട് നമ്മുടെ കോട്ടയത്തിനകത്ത് തന്നെ 10 ലക്ഷത്തോളം വരുന്ന അതിഥി തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിനകത്തുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം വരുന്നത്. അതിനകത്ത് പല ആൾക്കാരും ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരുണ്ടെന്നാണ് ഇപ്പോൾ അറിവ് കിട്ടുന്ന ഒരു സ്ഥിതി. ആസാമുണ്ട്, ബീഹാറുണ്ട്, ഗുജറാത്തുണ്ട്, ഡൽഹിയുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്നത് കൊണ്ടാണ് കേരളത്തിനെ സമീപിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഓക്കെ. എന്തായാലും തിരുവാതിര പ്രദേശത്തിന് ആകെപ്പാടെ ഒരു കണ്ണീരാഴ്ത്തിയ ഒരു ദാരുണ സംഭവമാണിത്. ഒറ്റ കൊലപാതകം, ദമ്പതികൾ 2 റൂമിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. തലയ്ക്കടിയേറ്റ് മൃഗീയമായിട്ടാണ് മരണപ്പെട്ടത്. ഇത് മരണപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ 2 പേരും കണ്ടതാണ് അല്ലേ? നമ്മൾ 2 പേരും കണ്ടതായതുകൊണ്ട് നമുക്ക് ആ കിടപ്പും അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മോഷണ ശ്രമം എന്നതിന് അപ്പുറത്താണ് നമുക്കിത് നമ്മളെ തോന്നിപ്പിക്കുന്നത്. ശരിയല്ലേ? അതെ അതെ, അതൊരു വൈരാഗ്യത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അത്രയും ഒരു വൈകാരികമായി ആ ബോഡിയോട് ശവശരീരത്തിനോട് കൊലപാതകി ചെയ്തിട്ടുണ്ട്. ആരുമായിക്കോട്ടെ അത് കണ്ടമാനം നമുക്ക് നോക്കി നിൽക്കുവാനോ കാണുവാനോ പറ്റാത്ത സ്ഥിതി ആ 2 മൃതദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. കൊലയാളി എത്രയും വേഗം പറഞ്ഞു നിർത്തിക്കുന്നത്.
ഇത്രയും